ഞാനാണ് കൊന്ന ശ്രീകുട്ട. ശ്രീകുട്ട ഞാനാണ് സാറേ. എനിക്ക് കക്കാൻ പോയ പച്ചയാണ് സാറേ. സാറേ എനിക്ക് കക്കാൻ പോയ പച്ചയാണ് സാറേ. ഇവിടെ കയറിക്കടി. ഇന്റർ യൂണിവേഴ്സിറ്റി മീറ്റിനുള്ള സെലക്ഷൻ ക്യാമ്പിൽ വെച്ച ഞാനും അനീഷും തമ്മിൽ കൂടുതൽ എടുത്തത്. ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാ. ഗൾഫിലെ താൽക്കാലിക ജോലിക്കിടയേണ്ട ആക്സിഡന്റിന് ശേഷം ഞാൻ നാട്ടിലെത്തിയപ്പോഴേക്കും നിഷയുടെ കല്യാണം കഴിച്ചിരുന്നു. ഇനി എപ്പോഴും ഇങ്ങനെ ഇരുട്ടത്ത് വരാൻ നിൽക്കണ്ട. എനിക്കിപ്പോ ദൂരെ നിന്ന് കാണാനെങ്കിലും പറ്റണില്ലേ. അതുകൊണ്ട് ഇല്ലാതാക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ വിളിക്കണ്ട്. പോയിക്കോ, ഞാൻ പോയിക്കോ. ഇതൊന്നും അടച്ചിരൂ, എന്നെ കൊണ്ട് പറ്റണില്ല. ഇതൊക്കെ ആകെ പൊളിഞ്ഞിരിക്കണ. നിനക്ക് അയാളോട് പറഞ്ഞത് നന്നാക്കി തരാൻ പറയാൻ പാടില്ല. എനിക്കൊന്നും നേരെ നോക്കാൻ പോലെ തോന്നാറില്ല. എന്നെ കൊണ്ട് വയ്യാനി. നീ എന്റെ മുമ്പിൽ കിടങ്ങനെ കഷ്ടപ്പെടാണുമ്പോഴേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഇതിനെ ചെയ്തു പോട്ടാ. പോയിക്കോ, ചെല്ല്. ബാബുവിനെ വെല്ലിപ്പച്ച വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടി നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കൊന്നും ഭയപ്പെടുന്ന വെയിൽ കൊള്ളാം. എന്തായി പോണം? ആ, വണ്ടിയുടെ പൈസ ഞാൻ നാളെ ഒന്ന് മേടിച്ചോളാം. രാത്രി ചെറിയ പരിപാടി ഉണ്ട്. ഇന്ന് ഇതിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. പോട്ടെ. ഹലോ, ആ ബാബുചേട്ടനല്ലേ? ചേട്ടാ, അതെ, കമ്പത്തുനിന്ന് ഒരു ലോഡ് ഉണ്ട് ചേട്ടാ. കമ്പത്തുനിന്ന്?
ബാബുവിനെ കൊല്ലാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ബാബു മരിച്ച നിശ്ചയ നാട്ടിൽ തുടരേണ്ടി വരും. പൈലയും ഭാര്യയും കൊന്നു. ആ കേസ് ബാബുവിന്റെ തലയിട്ട ബാബു അകത്താവും. കേസൊക്കെ ഒതുങ്ങിയ ശേഷം ഇവിടുന്ന് കിട്ടുന്നതെല്ലാം വിറ്റ് മറ്റൊരു സ്ഥലത്ത് പോയി സെറ്റിൽ ആവാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. വിളിച്ചോണ്ടു ശ്രീകുട്ട നിന്നെ സാറ് വിളിക്കും. ആ സാർ വാ, ഇതുണ്ടോ? ഞാൻ ഈ നിഷയുടെ പിന്നെ തന്നെ ആയിരുന്നു. പിന്നെ നിനക്കൊരു ട്രെയിനിങ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. താൻ ഈ നിഷ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞേ. എനിക്ക് സാറിന് അത്രയും ബുദ്ധിയില്ലല്ലോ. എന്നിട്ട് എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ സാറിനും പറ്റും. പക്ഷേ നിഷയുടെ പേര് മാത്രമേ സാർ എഴുതിയുള്ളൂ. നിഷയിലേക്ക് അടുപ്പിച്ച അനീഷിന്റെ പേര് സാർ എഴുതിയില്ല. എൻ്റെ അച്ഛൻ മരിച്ച അവതാരത്തില്ല സാറേ ഞാൻ പോലീസായിരുന്നു. പക്ഷേ ആ പേരിൽ ഞാനും ചെളിയാക്കില്ല, ഒരിക്കലും ഒരാളെ കൊണ്ട് ഞാൻ ചെളിയാക്കത്തില്ല. അതുകൊണ്ട് ഈ ബോഡിയിൽ നിന്ന് ശ്രീകുട്ടൻ എന്ന പേര് മായ്ക്കണം. എന്നിട്ട് കളിമണ്ണില്ലാത്ത തലവെച്ച് സാറൊന്ന് ആലോചിക്ക്, നിഷേനെ ഞാനിങ്ങനെ കണ്ടുപിടിച്ചത്. ഓട്ടെ സാർ. ഒന്ന് നിക്കടാ, ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഷർട്ട് എടു. ഒരു ഷർട്ട് എടുക്കാൻ. നിഷയ്ക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചു? എനിക്ക് നിന്റെ അത്ര ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് ചോദിക്കുക. പറ. പറയടാ. എന്റെ പൊന്നു പോലു സാറേ, അവൻ നല്ല അസല കള്ളനായിരുന്നെങ്കിൽ ആ സാധനങ്ങളുമായിട്ട് പണ്ടേക്ക് പണ്ട സ്ഥലം വിട്ടനെ. പിന്നെ അവൻ പോയാലും നമുക്ക് അവന് ഡൗട്ട് തോന്നൂല. കാരണം അവൻ വരത്തന. എന്നിട്ടും അവൻ ഇവിടെ നിന്ന്. പക്ഷെ അവൻ പറഞ്ഞ ഒരൊറ്റൊരു കാര്യത്തിലാ എനിക്കൊരു ഡൗട്ട് തോന്നിയത്. അവന്റെ കൂടെയുള്ളത് നിഷയാണെന്ന്. ഫസ്റ്റ് ഷർട്ട് ഐഡന്റിഫൈ ചെയ്തപ്പോ അവൾ എന്താ പറഞ്ഞത്? അവൾ ആ ഷർട്ട് പുറത്ത് അലക്കിയിട്ടിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ അനീഷ് എന്താ പറഞ്ഞത്? അവൻ അടുക്കളയിലൂടെ കയറി അലമാരയിൽ നിന്നും ഷർട്ട് എടുത്തു. മനസ്സിലായ? ഇതാണോ ഇപ്പൊ ഇത്ര വലിയ ബുദ്ധി? അതല്ലെങ്കിൽ അങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നവർക്കെല്ലാം അത് എളുപ്പമായിട്ട് തന്നെ തോന്നും. ശരിയാ. നിഷയുടെ ഈ ഇൻവോൾവ്മെന്റ് ഇന്ന് ഇവിടെ തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ രണ്ടു മൊഴികളും ആരും ശ്രദ്ധിക്കാത്ത വെറും മൊഴികളായി എന്നും ഇതിങ്ങനെ കിടന്നേനെ. പോലു സാറേ, ഇത്രയൊക്കെ കണ്ടുപിടിച്ച നിനക്ക് ഇപ്പൊ തരാൻ എന്റെ കയ്യിൽ ഇതേ ഉള്ളു മോനെ. കാരണം നീ ഇപ്പൊ കൊച്ചാളല്ല, വലിയ ആളാ, വലിയൊരാള്.